പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20-ാം തീയതി ആയിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ, എങ്ങനെ, ഏതു തരം, എത്ര മാസത്തെ ലഭിക്കും, ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചെറിയ ഒരു സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാരാണ്. ചില ആനുകൂല്യങ്ങൾക്ക് മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട്. 200 രൂപ മുതൽ 500 രൂപ വീതമുള്ള വിഹിതമുണ്ട്. ഈ തുകയിൽ മുൻപ് ഒരുമിച്ച് സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിതരണ തുക കുറച്ചുള്ള തുകയാണ് വിതരണം ചെയ്യുന്നത്. എന്തുതന്നെയായാലും ഇപ്പോഴെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക എപ്പോഴാണ് എന്നുള്ളൊരു കാര്യമാണ്. 20-ാം തീയതി കഴിഞ്ഞോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ കിട്ടേണ്ട ഡേറ്റ് ആയിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമുക്ക് നിലവിലത്തെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ മാസം 25-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ നടപടി ആരംഭിക്കുമെന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഏകദേശം 800 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കുടിശ്ശിക ഇനത്തിലുള്ള തുക തീർക്കുന്നതിന് സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള പ്രാധാന്യം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ 2 മാസത്തെ പെൻഷനായിരിക്കാം ലഭിക്കുന്നത്. 2 മാസത്തെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ 1 മാസത്തെ ഉറപ്പായിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. കാരണം ഫണ്ട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾക്ക് ആനുപാതികമായിട്ടായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം 1 മാസത്തെയോ 2 മാസത്തെയോ ഗഡുക്കൾ വിതരണം ചെയ്യുക. മാത്രവുമല്ല, പുതിയ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ വളരെ വലിയ മങ്ങലേറ്റിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്യാത്തത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നാളിതുവരെയായിട്ടും ഒരു ഗഡു പോലും മുടക്കിയിട്ടില്ല എന്നുള്ളതും. ഈ 2 പദ്ധതികളും സാമ്പത്തികമായിട്ട് പണം നേരിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പദ്ധതികളാണ്. അപ്പോൾ ഈ 2 പദ്ധതികളും സംസ്ഥാനത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പോൾ ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും കേന്ദ്രത്തിന് അനുകൂലമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരമുണ്ടാകും. ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നില്ല, പക്ഷേ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിനെ തുടർന്നാണ് ഇപ്പോൾ ഓരോ മാസത്തെയും പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യുന്നത്. അതിനിപ്പോൾ ഇനി അങ്ങോട്ട് മുടക്കം വരികയുമില്ല. പക്ഷേ കുടിശ്ശികയാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു മാസം ഒരു പക്ഷേ 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക തന്നെ ലഭിക്കാനാണ് സാധ്യത. അങ്ങനെ ഈ ഒരു മാസം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓണത്തിന് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി 2 മാസത്തെ പെൻഷൻ തുക ഉറപ്പായിട്ടും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ ഒരു 2024, 25, 25, 26 വർഷത്തോടുകൂടി കുടിശ്ശിക ഇനത്തിലുള്ള ഈ ഒരു ക്ഷേമ പെൻഷൻ തുക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ധനമന്ത്രി ഇപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ അല്ലെങ്കിൽ ധനമന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഈ മാസം 25-ാം തീയതി കഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം കൈകളിൽ എത്തത്തക്ക രീതിയിലുള്ള വിതരണം ഉണ്ടാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം ഒന്ന് ധരിപ്പിച്ചു കൊടുക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും കണ്ടുമുട്ടാം.